ഈ കഥകളി നടക്കാനായിട്ട് ഒരു നിമിത്തമുണ്ടായിട്ട്, അതായത് അവിടെ പാലക്കാട്ട് അവിടെ ശിവൻ കോവിലിൽ ഞാൻ തൊഴാൻ പോയപ്പോൾ അവിടെ ഒരു വാലിരുന്നിട്ട് മാല വെട്ടിക്കൊണ്ട് ഒരു പാട്ട് പാടി. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു അതൊന്ന് ഉറക്കപ്പാടുമെന്ന് ചോദിച്ചു. അങ്ങനെ ഉറക്കപ്പാടിയപ്പോൾ എന്താണത് ചോദിച്ചപ്പോൾ പൂതനാമൂർത്തിയുടെ വലിയടാൻ പറഞ്ഞു. അവിടെ നിന്നാണ് തുടങ്ങിയത് ഈ കഥകളുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻകറേജ്മെൻറ്റും എനിക്കുള്ള ആഗ്രഹവും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു കഥകളി വെട്ടിക്കാണ് വെച്ചത്. അത് ഈ വീട്ടിൽ വളർന്നൂർ വെച്ച് ചെയ്യാമെന്ന് വെച്ചു. ഞാനിവിടെ ചെറുതായിട്ടൊരു റിസോർട്ട് കെട്ടിയിട്ടുണ്ട്. ആ റിസോർട്ടിൽ വെച്ച് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കഥകളി ഉണ്ടായത്. ഈ കഥകളിയിൽ അതിൻ്റെ കഥയും മറ്റൊക്കെ അവരെന്നെ പറഞ്ഞുതരും നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? അതിപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിവരിക്കില്ല. പക്ഷേ കഥകളി എന്ന് പറയുന്ന സമയത്ത് ഈ നടൻ നടിക്കുന്ന സമയത്ത് ആ നടൻ്റെ പിന്നാലെ നിൽക്കുന്ന ഗായകൻ പാട്ടുകൾ പാടിക്കൊടുക്കും. ആ പാട്ടുകളുടെ അർത്ഥം ദേഹത്തിൽ ഇപ്പോൾ ഒരു ചില ആംഗ്യങ്ങളും കൈകൊണ്ടുള്ള മുദ്രകളും അങ്ങനെയാണ് ഈ സദസ്യർക്ക് അതിനെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ സദസ്യർ ചെയ്യുന്നത് വളരെ ശ്രദ്ധ വെച്ചിട്ട് പാട്ട് കേൾക്കും. എന്നാലേ അത് പറയണത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ, അത് ചെയ്യണത് എന്താണെന്ന് മനസ്സിലാവും. അതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഏതായാലും കഥകളി എന്ന് പറഞ്ഞാൽ ഒരു നാട്യമല്ല, ഒരു നൃത്തമല്ല, അതൊരു നൃത്യമാണ്. അതെ, അപ്പോൾ അത് നിങ്ങൾ ആസ്വദിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതൊക്കെ നന്നായി നടക്കട്ടെ. ഇത് അവസാനിക്കുന്ന മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഈ കഥകളിയെ പറ്റി പറയുമ്പോൾ, വളവന്നൂരെന്ന് പറയുമ്പോൾ എൻ്റെ വളരെ സുഹൃത്തും എൻ്റെ ബന്ധുവായിട്ടുള്ള പ്രൊഫസർ വിജയനെ ഓർമ്മ വയ്ക്കാതെ വയ്ക്കാം. എന്താ വെച്ചാൽ പ്രൊഫസർ വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഥകളി ഉണ്ടാക്കിയാണ്. മണികണ്ഠ വിജയൻ പറഞ്ഞിട്ട് കഥകളി ഉണ്ടാക്കി. ആ കഥകളി പല സ്ഥലങ്ങളിലും നടത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കടത്തനാട് തമ്പുരാൻ്റെ മകളാണ്. ആ തമ്പുരാൻ്റെ അവിടെയുള്ള കോപ്പുകൾ, കഥകളി കോപ്പുകൾ അവർക്ക് സ്വന്തമായിട്ടുള്ളതൊക്കെ വിജയമാഷ കൊടുത്തു. എന്നിട്ട് അദ്ദേഹമാണ് അത് ചെയ്യുന്നത്. പെണ്ണിപ്പോൾ പറഞ്ഞ ആൾ വന്നിട്ടുണ്ട്, വിജയമാഷയുടെ മകൻ വന്നിട്ടുണ്ട്, ജിഷ്ണു പറഞ്ഞ ആൾ വന്നിട്ടുണ്ട്. അയാളും കുറേ കാലം കഥകളി കൊണ്ട് നടത്തി. ഇപ്പോൾ അത് നിർത്തിയതുകൊണ്ട് ഏതായാലും ഇപ്പോൾ അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സ്മരിക്കാതെ വയ്ക്കാം. അപ്പോൾ അദ്ദേഹത്തിനോടും കൂട്ടുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാവർക്കും സ്വാഗതം ചെയ്ത് അത് കഥകളി നടിക്കാൻ വന്നിട്ടുള്ളവരും ആ ചെണ്ടയം മദ്ദളം മറ്റുള്ളവർക്കൊക്കെ നന്ദിയും പറഞ്ഞുകൊണ്ട്